എനിക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ ഓൾ ഇന്ത്യ റാങ്ക് 3യും വേൾഡ് റാങ്ക് 8ും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. IIM മുംബൈ ആയിട്ട് കൊളാബറേറ്റ് ഒക്കെ ചെയ്തിട്ട് കുറേ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തു. എക്സലിൻ്റെ ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്തു. അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുന്നുണ്ട്. റാങ്കിലോട്ട് എന്നെ എത്തിക്കാനായിട്ട് ഏറ്റവും സഹായിച്ച അലയൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിഷൻ ഡ്രീം പോസിബിൾ ഒരു ഫീച്ചറാണ്. കാരണം നമുക്ക് രാത്രി 12 മണി വരെയൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീച്ചറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെൻറ്റേഴ്സാണ്. റെക്കോർഡഡ് ക്ലാസ് നമുക്ക് അലയൻസിൻ്റെ ലേണിംഗ് ആപ്പിലൂടെ ആയിരുന്നു കിട്ടിയിരുന്നത്. സോ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അലയൻസ്. മറ്റൊരു ഫീച്ചറാണ് ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ. അതായത് ഇപ്പം ക്ലാസ് ഇല്ലാത്ത ദിവസം വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സൗകര്യം അലയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നെ നല്ല രീതിക്ക് റാങ്കിലോട്ട് എത്തിക്കാൻ സഹായിച്ച ഫാക്ടേഴ്സാണ്. സോ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ FM-ൽ റാങ്ക് വാങ്ങണം എന്നുള്ള എൻ്റെ പ്ലാൻ വർക്കായി. എൻ്റെ പേര് ഇഷാം. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് വരുന്നത്. സോ ഞാൻ ഇപ്പോൾ അലയൻസിൽ ACCA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇപ്പോൾ ഞാൻ 7 പേപ്പേഴ്സോളം കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ലാസ്റ്റ് മാർച്ച് സെക്ഷനിൽ എനിക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ ഓൾ ഇന്ത്യ റാങ്ക് 3യും വേൾഡ് റാങ്ക് 8ും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ റാങ്കൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റാങ്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. സോ ഞാൻ ജസ്റ്റ് ഒരു ACCA സ്റ്റുഡൻറ്റ് മാത്രമല്ല, ഞാൻ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. ഞാൻ യൂട്യൂബിൽ ഗെയിമിംഗ് ആയിട്ട് ഒരു ചാനൽ റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം 2 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഏകദേശം 50K ഫോളോവേഴ്സ് ഉള്ള ഒരു ഫിറ്റ്നസ് പേജ് ഉണ്ട്. അതും അത്യാവശ്യം നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ അലയൻസ് ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റി പൂളാണ്. കാരണം കേരളത്തിൽ തന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അലയൻസ്. സോ ഓഫ് കോഴ്സ് ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ മെയിനായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ഫാക്കൽറ്റി പൂളാണ്. പിന്നെ എനിക്ക് റാങ്കിലോട്ട് എന്നെ എത്തിക്കാനായിട്ട് ഏറ്റവും സഹായിച്ച അലയൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിഷൻ ഡ്രീം പോസിബിൾ ഒരു ഫീച്ചറാണ്. കാരണം നമുക്ക് രാത്രി 12 മണി വരെയൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ. അതായത് ഇപ്പം ക്ലാസ് ഇല്ലാത്ത ദിവസം വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സൗകര്യം അലയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 ഫാക്ടേഴ്സ് എന്നെ നല്ല രീതിക്ക് റാങ്കിലോട്ട് എത്തിക്കാൻ സഹായിച്ച ഫാക്ടേഴ്സാണ്. അലയൻസിൻ്റെ മറ്റൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെൻറ്റേഴ്സാണ്. കാരണം മെൻറ്റേഴ്സ് ഏതൊരു സമയവും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതായത് നോർമലി മെൻറ്റേഴ്സിന് വർക്ക് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 9 to 5 ആണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം ഏത് സമയത്തും രാത്രി 7 മണിക്കും 8 മണിക്കും എക്സാമിൻ്റെ ടൈമിൽ 9 മണി 10 മണി ഒരു സമയം നോക്കാണ്ട് നമ്മളെ കൂടെ ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം മിഷൻ ഡ്രീം പോസിബിളിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനിൽ മെൻറ്റർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലും അറ്റ് ദ സെയിം ടൈം മെൻറ്റേഴ്സ് ഏതൊരു സമയത്തും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഈ റിവിഷൻ ഫേസിൻ്റെ ടൈമിലൊക്കെ ഭയങ്കര രീതിക്ക് മെൻറ്റർ സപ്പോർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതും ഭയങ്കര ഒരു എന്നെ റാങ്കിലോട്ട് എത്തിച്ചൊരു ഫാക്ടറാണ്. പിന്നെ അടുത്തതായിട്ട് പറയേണ്ട ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലയൻസിൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ്. അങ്ങനെ വെറും ചിരിയും കളിയും മാത്രമല്ലാണ്ട് കൂടുതൽ പഠിത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് സോഷ്യൽ ലൈഫും അവിടെ കിട്ടുന്നുണ്ട് എന്ന് അവർ ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രാത്രി എത്ര സമയം വേണമെങ്കിലും ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാനായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഏകദേശം 7 പേപ്പേഴ്സോളം ക്ലിയർ ചെയ്തിരിക്കണമെങ്കിലും അതിൽ ചില പേപ്പേഴ്സ് ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്, ചിലത് ഓഫ്ലൈനായിട്ടും. സോ എനിക്ക് ഈ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ എന്നുള്ളതിൽ വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും സെയിം ആയിട്ട് നമുക്ക് നല്ല രീതിക്കൊരു ഫ്രണ്ട്ലി ഇൻട്രാക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട് സോൾവിങ് കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മൾ എല്ലാ ദിവസവും നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആയിരിക്കും. ഏകദേശം മൺഡേ ടു സൺഡേ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ വന്നിരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് റാങ്ക് കിട്ടിയ പേപ്പർ ഞാൻ ഓൺലൈനാണ് ചെയ്തത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓൺലൈനിൽ ഹബീബ് സാറെ ലെക്ചേഴ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഡെയിലി റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അതിന് പുറമെ നമുക്ക് ഡൗട്ട് സോൾവിങ്ങിനും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിനും സാറ് വീക്കിലി ഒരു 4 to 5 ലൈവ് സെക്ഷൻ ഡെയിലി നൈറ്റ് വെക്കാറുണ്ട്. സോ അതൊക്കെ നല്ല ഇൻറ്ററാക്റ്റീവ് ആണ്. കാരണം മടുപ്പ് തോന്നിയിട്ടില്ല. സോ ഹബീബ് സാറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി കൺവേ ചെയ്യാൻ പറ്റി. അതായത് നമ്മൾ നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പം സാറൊരു ലെക്ചർ നോട്ട് തരും. അപ്പം ആ ഒരു ലെക്ചർ നോട്ടിൽ നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ട് സാറ് നമ്മളോട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയും. അതുകൊണ്ട് തന്നെ ഉള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മളെ ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
സോ ഞാൻ ഓൺലൈനിൽ ചെയ്തിരുന്ന സമയത്ത് ചില ലെക്ചേഴ്സ് നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റെക്കോർഡഡ് ക്ലാസ് നമുക്ക് അലയൻസിൻ്റെ ലേണിംഗ് ആപ്പിലൂടെ ആയിരുന്നു കിട്ടിയിരുന്നത്. സോ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ആപ്പ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ പിന്നീട് എടുത്തിട്ട് ആ ഒരു ഭാഗം വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. ഇപ്പം ഓഫ്ലൈനിൽ പോകുന്ന കുട്ടികൾക്കും ഈ ഒരു ആപ്പ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ്സിന് ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ആപ്പ് ത്രൂ നമ്മൾ മിസ്സായ ക്ലാസ് നമുക്ക് ഓവർടേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. IIM മുംബൈ ആയിട്ട് കൊളാബറേറ്റ് ഒക്കെ ചെയ്തിട്ട് കുറേ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തു. പിന്നെ എക്സലിൻ്റെ ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്തു. അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു തിയററ്റിക്കൽ ലേണിംഗ് അല്ലാണ്ട് പ്രാക്ടിക്കലായിട്ടും കൂടി നമ്മളെ നാളെ ജോബിലോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ജോബിനെ കുറിച്ച് അറിയാനും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നല്ല രീതിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ജോബിലോട്ട് പോകുമ്പോഴും ഒന്നുകൂടെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് സ്കില്ല് ഗെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലാണ് പിന്നെ എനിക്ക് റാങ്ക് കിട്ടിയത്. സോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഇത്രയും കാലം എഫേർട്ട് ഇട്ട് നമ്മൾ ആഗ്രഹിച്ച് വർക്ക് വഹിച്ചൊരു ഇതിന് പ്രവർത്തിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. 2 ആഴ്ച കഴിഞ്ഞപ്പം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 3യും അതുപോലെ തന്നെ വേൾഡ് റാങ്ക് 8ഉം ഉണ്ടെന്ന് മനസ്സിലായി. സോ അപ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ച് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓരോ മെമ്പേഴ്സ് തന്നെ വിളിച്ചു. അതായത് ഫാക്കൽറ്റീസും കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ ബാക്കി സ്റ്റാഫ്സൊക്കെ എനിക്ക് കോൾ ചെയ്തു, അതുപോലെ തന്നെ മെസ്സേജ് അയച്ചു. അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. സോ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ശരിക്കും. നിങ്ങൾ ACC എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ACC എന്ന് മാത്രമല്ല CA CMA ഏത് പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഹാർഡ് വർക്ക് ഇടാനും എഫേർട്ട് ഇടാനും നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരിക്കലും നിങ്ങളത് വേറെ എന്തെങ്കിലും ഡീമോട്ടിവേഷൻ കാരണം എടുക്കാണ്ടിരിക്കണ്ട. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ഞാൻ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സൊക്കെ എക്സാമിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ നല്ല രീതിക്ക് ഞാൻ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്യാനായിട്ട് അവർ നല്ല രീതിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. സോ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ FM റാങ്ക് വാങ്ങണം എന്നുള്ള എൻ്റെ പ്ലാൻ വർക്കായി.